यार सुबह बहुत ठंडी था, उठ नहीं सका। मैं जा रहा भाई। तुम्हारा नहीं माना जनाब ने पुकारा नहीं क्या मेरा साथ अदे गवारा नहीं क्या बन के चल दिए तन के നിങ്ങൾ മലയാളിയാണോ? അതെ. എന്താ? എനിക്ക് കുറച്ച് ഭക്ഷണം മേടിച്ചു തരൂ. വരൂ. ആ ബാഗ് അവിടെ വെച്ചോളൂ. ചായ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താ? ഒരു ചായയും കൂടി എടുക്ക്. यारों का चलन है गुलामी देते हैं हंसी അമ്മേ മീനില്ല അമ്മേ. മോൾക്ക് അച്ഛനെ നാളെ മീൻ വാങ്ങിക്കൊടുന്നേരാട്ടോ. വേണ്ട അച്ഛ, എന്റെ അച്ഛൻ്റെ കയ്യില് കാശില്ലല്ലോ. കാശുണ്ടാകുമ്പോ വാങ്ങിച്ചെന്നാ മതി. എന്താ ആലോചിക്കണം? കഴിക്കണില്ലേ? ഒരു ചായ വേണ്ട. എത്ര നേരാടോ? ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകണോ? ഏയ് ഒന്നും കഴിച്ചില്ലല്ലോ. जैसा भी है अब है तुम्हारा टूटा फूटा दिल ये हमारा എടാ ദ്രോഹി, നീ എന്നെ ഇവിടെ കൊണ്ടുവരാ, പണി തരാ, വിസ തരാന്നും പറഞ്ഞ് നീ എന്നെ ചതിച്ചില്ലടാ. നിന്നൊന്നും വെറുതെ വിടില്ലടാ ദൈവം. നിങ്ങളുടെ പാസ്പോർട്ടെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയാലോ, അത് തന്നെ ഭാഗ്യം. തന്നെ പോലെ ഒരുപാട് പേര് ഇവിടെ വന്ന് വഞ്ചിതരാകുന്നുണ്ട് ഈ വിസ തട്ടിപ്പിനിരയായിട്ട്. അല്ലാതെ താൻ മാത്രല്ലടോ. ഒന്നും നോക്കാതെയും അന്വേഷിക്കാതെയും 1,00,000 രൂപ ഞാൻ അവന് കൊടുത്തു. അതിനു വേണ്ടി ഉണ്ടായിരുന്ന പുരയിടും പണയപ്പെടുത്തി. സേതു, നിങ്ങളിങ്ങോട്ട് വരരുതായിരുന്നു. മണ്ണിനെ അറിഞ്ഞ് മണ്ണിൽ തന്നെ നന്നായി പണിയെടുക്കാൻ അറിയാവുന്ന ഒരു കർഷകനാണ് നിങ്ങൾ. ആ നിങ്ങള് ഇക്ക, ഞാനിവിടെ വന്നത് എന്റെ മോൾക്ക് വേണ്ടിയാ, എന്റെ മോൾക്ക് വേണ്ടി മാത്രം. അമ്മേ അമ്മേ, അച്ഛൻ വന്നില്ല അമ്മേ. ഇരു കണ്ണിനും കാഴ്ചയില്ലാത്ത എന്റെ കുട്ടിയുടെ ഓപ്പറേഷത്തിന് 4,00,000 രൂപയെങ്കിലും ആകുമെന്നാ ഡോക്ടർ പറഞ്ഞത്. മരിക്കുന്നതിന് മുൻപ് എന്റെ അച്ഛനെ അമ്മേനെ ഒരു നോക്ക് കാണാൻ പറ്റില്ലേന്ന് എന്റെ മോൾ എന്നോട് ചോദിച്ചപ്പോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഇങ്ങോട്ട് പോന്നു. വിഷമിക്കണ്ട, എല്ലാറ്റിനും റബ്ബ് ഒരു വഴി കാണിച്ചു തരും. എന്റെ ഒരു അടുത്തൊരു ബന്ധു ഇവിടെ ഒരു അറബിത്തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട്. തൽക്കാലം അവിടെ വല്ല പണിയും തരപ്പെടുത്തി തരാൻ പറ്റുമെന്ന് നോക്കാം. وكل شيء وقتها حلو تنتظر كلمة أحبك شايفك مشغول نادي صديق وين هذا؟ നാം نادي نادي സേതു, അന്ന അർബാബ് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ബേജാറായി ഒന്നും പണിയെടുക്കണ്ടോ. അന്റെ മോൾക്ക് കാഴ്ച ശക്തി ഇല്ലല്ലേ. എല്ലാ റബ്ബ് ശരിയാക്കും. रहमान को ആ ഇവിടെ ഉണ്ടാ. അതിന്റെ മേലിന് കെട്ടിമറിഞ്ഞ് വീഴണ്ട. ഇവനെ പരിചയപ്പെട്ടില്ലേ ജി? നാട്ടിൽ ഒരുപാട് പറമ്പും സ്വത്തുള്ള ആളാണ്. ഇവിടെ വന്ന് ഈ പനമ കയറി കെട്ടിമറിയണത്. നാട്ടില് കൈക്കോട്ടെടുത്ത് 4 പിടി മണ്ണ് കൊത്തുവച്ചാൽ അത് അഭിമാന പ്രശ്നം, ഒരു തരം പൊട്ട കോംപ്ലക്സ്. അല്ലാതെന്താ? കണ്ടില്ലേ അവന്റെ ഒക്കെ ഒരു മാതിരി. നമ്മൾ മലയാളികളൊക്കെ ഇങ്ങനെ തന്നെ. അതെ, അർബാബ് കോട്ടേഴ്സിൽ വന്നിട്ടുണ്ട്. ഈ മാസം ശമ്പളമാണെങ്കിൽ അവിടെ വന്ന് വാങ്ങിക്കോ. എനിക്ക് പറ്റൂല ഇങ്ങോട്ട് പണ്ടാരടങ്ങാൻ. ഇജൊന്നിപ്പം നടക്ക്. അതിനൊന്നിപ്പോ ആളെ കിട്ടൂല. يلا تفضل شرف. അസ്സലാമു അലൈക്കും. وعليكم السلام. വലൈക്കും സലാം. انت ഇങ്ങോട്ട് വാ. انت اريد فلوس وايد؟ لا انت بنت مريض ان شاء الله انا اعطيك فلوس. മനസ്സിലായ എനിക്ക് ഈ പറയണത്? അന്റെ കുട്ടിയുടെ 2 കണ്ണ് ഓപ്പറേഷത്തിനും മുഴുവൻ കാശും
അറബാബ് തരാന്നാ പറയണത്. മനസ്സിലായോ? زين اوكي പറയുന്നത് മനസ്സിലായില്ലേ? മകളുടെ ഓപ്പറേഷനുള്ള കാശുമായി ഉടനെ നാട്ടിൽ പോകാനാണ് അർബാബിന്റെ ഓർഡർ. عبد الرحمن تعال. ما في خوف. بنت من انت يقدر يشوف اخضر من البلاد. الله قريب. بسم الله الرحمن الرحيم. يلا يلا روح مع السلامة. الله يعطيك عافية. سيدو أنت بلاد واجد زين. God's own country. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തുവച്ച മണിവീണയാണെന്റെ കേരളം.